2026 ഫെബ്രുവരി 1 ഞായറാഴ്ച. ഇന്ത്യയുടെ സാമ്പത്തിക ലോകം ഒരു ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026 മുതൽ 27 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. പതിവുകളെല്ലാം തെറ്റിച്ച് ഒരു പ്രവൃത്തി ദിവസത്തിന് പകരം അവധി ദിവസമാണ് ബജറ്റ് പ്രസംഗം നടത്തിയത്. ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ ചർച്ചയായി ഏറെ ശ്രദ്ധ നേടി. രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ വെച്ചായിരുന്നു അവതരണം. ഇത് വെറുമൊരു സമയമായതിനപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തിൽ ഒരു പുതിയ സമീപനം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഞായറാഴ്ച അവതരിപ്പിച്ചു എന്നത് മാത്രമല്ല ഈ ബജറ്റിന്റെ പ്രത്യേകത. ധനമന്ത്രി സീതാരാമന്റെ വ്യക്തിപരമായ നേട്ടം കൊണ്ടും കൂടിയാണ് ഇത് ശ്രദ്ധേയമായത്. തുടർച്ചയായി 9ാം തവണയാണ് സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത് ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. 2019 മെയ് 31 മുതൽ ധനമന്ത്രി സ്ഥാനത്ത് തുടരുന്ന അവർ ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിക്കുന്ന ധനമന്ത്രി കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബജറ്റിനെ ചരിത്രപരം എന്നാണ് വിശേഷിപ്പിച്ചത്. വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ നാരിശക്തി എന്നതിന് ബജറ്റ് നൽകിയ ഊന്നലിനെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒരു വനിതാ ധനമന്ത്രി എന്ന നിലയിൽ സീതാരാമൻ നേടിയ ഈ റെക്കോർഡ് നേട്ടത്തെയും മോദി അഭിനന്ദിച്ചു. 2025-ലും 2015-ലും ശനിയാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഞായറാഴ്ച അവതരിപ്പിക്കാനുള്ള തീരുമാനം ഒരു പുതിയ കീഴ്വഴക്കത്തിനാണ് തുടക്കമിട്ടത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1999 ഫെബ്രുവരി 28 ഞായറാഴ്ച വന്നപ്പോൾ അന്നത്തെ ധനമന്ത്രി യശ്വന്ത് സിൻഹ വാരാന്ത്യം ഒഴിവാക്കാൻ ഒരു ദിവസം മുൻപേ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. എന്നാൽ 2017-ൽ കൊണ്ടുവന്ന ഒരു പ്രത്യേക തീയതിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന രീതി ഇത്തവണ ഞായറാഴ്ച തന്നെ നേരിട്ട് അവതരിപ്പിക്കാൻ കാരണമായി. ആഴ്ചയിലെ ഏത് ദിവസമാണെങ്കിലും സമയക്രമം തിരിക്കില്ലെന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനമാണ് ഇത് കാണിക്കുന്നത്. ഏപ്രിൽ 1-ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് ബജറ്റ് നിർദ്ദേശങ്ങൾ പാർലമെന്റിന് ചർച്ച ചെയ്യാനും അംഗീകരിക്കാനും ആവശ്യത്തിന് സമയം ലഭിക്കാൻ ഈ തീരുമാനം സഹായിക്കും. ഈ വർഷത്തെ ഞായറാഴ്ച ബജറ്റ് അവതരണത്തിലെ ഒരു പ്രധാന കാര്യം ഇന്ത്യൻ ഓഹരി വിപണിയുടെ അന്നത്തെ പ്രവർത്തനമായിരുന്നു. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾക്ക് വിപരീതമായി 2026 ഫെബ്രുവരി 1-ന് ഞായറാഴ്ച ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE പ്രത്യേക മുഴുവൻ സമയ വ്യാപാര സെഷനുകൾ നടത്തി. ഈ തീരുമാനം കാരണം ബജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ തന്നെ നിക്ഷേപകർക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റി. രാവിലെ 9 മണി മുതൽ പകൽ 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് വരെ ഒരു പ്രീ ഓപ്പൺ സെഷന് ശേഷമായിരുന്നു വ്യാപാരം ആരംഭിച്ചത്. സാധാരണ വിപണി സമയമനുസരിച്ച് വൈകുന്നേരം പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ വ്യാപാരം തുടർന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത് 2ാം തവണയാണ് ഒരു ഞായറാഴ്ച ഓഹരി വിപണി തുറന്ന് പ്രവർത്തിച്ചത്. ബജറ്റ് പ്രഖ്യാപനങ്ങളോട് തത്സമയം ഓഹരി വിപണിക്ക് പ്രതികരിക്കാൻ അവസരം നൽകുക എന്ന സർക്കാരിന്റെ ഉദ്ദേശ്യം ഇതിലൂടെ വ്യക്തമായി. വിപണിയുടെ പ്രതികരണം ഉടനടി ശ്രദ്ധേയമായിരുന്നു. ഈ പ്രത്യേക ഞായറാഴ്ച വ്യാപാര സെഷനിൽ BSE സെൻസെക്സും NSE നിഫ്റ്റിയും ഉൾപ്പെടെയുള്ള പ്രധാന സൂചികകൾക്ക് 2% വരെ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഈ ഇടിവിന്റെ പ്രധാന കാരണം ബജറ്റിൽ പ്രഖ്യാപിച്ച ഓഹരി ഡെറിവേറ്റീവുകൾക്ക് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് STT വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു. ഉദാഹരണത്തിന് BSEയുടെ ബെഞ്ച്മാർക്ക് സൂചിക 1546.84 പോയിന്റ് അഥവാ 1.88% ഇടിഞ്ഞ് 80,722.94-ൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി 495.20 പോയിന്റ് അഥവാ 1.96% ഇടിഞ്ഞ് 24,825.45-ൽ നിലയുറപ്പിച്ചു. ഈ ബജറ്റ് ഞായറാഴ്ച വിദേശ സ്ഥാപന നിക്ഷേപകർ 588.34 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുകയും ചെയ്തു. എന്നാൽ 2026 ഫെബ്രുവരി 2-ന് തിങ്കളാഴ്ച രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ സെൻസെക്സും നിഫ്റ്റിയും തിരിച്ചുകയറി. ബ്ലൂ ചിപ്പ് കമ്പനികളിൽ നിക്ഷേപകർ മൂല്യം കണ്ടെത്തി വാങ്ങിയപ്പോൾ തലേദിവസത്തെ നഷ്ടങ്ങളിൽ ചിലത് തിരിച്ചുപിടിക്കാൻ വിപണിക്ക് സാധിച്ചു. വിപണിയുടെ ഈ ഉടനടിയുള്ള പ്രതികരണം കേന്ദ്ര ബജറ്റിന്റെ പ്രാധാന്യം ഒന്നുകൂടി അടിവരയിടുന്നു. സർക്കാരിന്റെ ചിലവ് പദ്ധതികൾ, നികുതി നിർദ്ദേശങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ വ്യക്തമാക്കുന്ന ബജറ്റ് വിവിധ മേഖലകളിലെ നിക്ഷേപ തീരുമാനങ്ങളെയും സാമ്പത്തിക ആസൂത്രണത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈ പ്രത്യേക ഞായറാഴ്ച വ്യാപാര സെഷൻ കാരണം ഈ പ്രഖ്യാപനങ്ങൾ വന്ന ഉടൻ തന്നെ വിപണിക്ക് അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു പ്രധാന കാര്യമാണ്. 2026 മുതൽ 27 വരെ വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും വികസന പദ്ധതികളും മുന്നിൽ കണ്ട് പല മേഖലകളിലായി പണം വകയിരുത്തിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന് വലിയ തുക തന്നെ വകയിരുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷാ ശേഷി കൂട്ടാനും സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുമുള്ള ഇന്ത്യയുടെ താൽപര്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രതിരോധ രംഗത്തെ മുന്നൊരുക്കങ്ങൾ ശക്തിപ്പെടുത്താനും രാജ്യത്ത് തന്നെ സൈനികോപകരണങ്ങൾ ഉത്പാദിപ്പിക്കാനുമുള്ള പല പദ്ധതികൾക്കും ഈ തുക സഹായകമാകും. അടിസ്ഥാന സൗകര്യ വികസനം എപ്പോഴും പോലെ ഇത്തവണയും പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു. രാജ്യത്തെ കണക്ടിവിറ്റിയും ഗതാഗത സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ വലിയ തുകയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. റെയിൽവേ ബഡ്ജറ്റിൽ പ്രധാനപ്പെട്ട നവീകരണങ്ങൾക്കും പുതിയ വികസന പദ്ധതികൾക്കുമായി വലിയ തുക മാറ്റിവച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിവേഗ റെയിൽ പാതകളിലെ നിക്ഷേപങ്ങൾ രാജ്യത്തെ ഗതാഗത സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കാനും ചരക്കുകളുടെയും ആളുകളുടെയും നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമാക്കാനും സഹായിക്കും. റോഡ് ഗതാഗത മന്ത്രാലയത്തിനും രാജ്യത്തെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനായി പണം വകയിരുത്തിയിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയ്ക്കും പ്രാദേശിക ബന്ധങ്ങൾക്കും ഇത് വളരെ പ്രധാനമാണ്. കൃഷി മേഖലയ്ക്കുള്ള പിന്തുണ ഇത്തവണയും സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നായി തുടർന്നു. കർഷകർക്ക് നേരിട്ട് വരുമാനം നൽകുന്ന PM കിസാൻ പദ്ധതിക്ക് തുടർന്നും ഫണ്ട് ലഭിക്കും. ഇതിനു പുറമെ മൊത്തത്തിലുള്ള കാർഷിക മേഖലയ്ക്കും ബഡ്ജറ്റിൽ വിഹിതം നൽകിയിട്ടുണ്ട്. ഈ നടപടികൾ കാർഷിക ഉത്പാദനം കൂട്ടാനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനും രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ നൽകാനും ലക്ഷ്യമിടുന്നു. വ്യാവസായിക നയങ്ങൾക്കും ബഡ്ജറ്റിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റൈൽ മേഖലയ്ക്കുള്ള നാഷണൽ ഫൈബർ സ്കീം പോലുള്ള പദ്ധതികൾ അവതരിപ്പിച്ചത് ഈ പ്രധാന മേഖലയിലെ ഉത്പാദന മത്സരക്ഷമത കൂട്ടാൻ വേണ്ടിയാണ്. അതുകൂടാതെ റെയർ എർത്ത് മിനറലുകൾക്കായുള്ള ഇടനാഴികളുടെ വികസനം പ്രധാനപ്പെട്ട വിഭവങ്ങൾ സ്വന്തമാക്കാനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറക്കാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്.
അത്യാധുനിക നിർമ്മാണ മേഖലയിലും സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത നേടാനും ഇത് സഹായിക്കും. ഈ ഓരോ മേഖലയിലേക്കുമുള്ള ബഡ്ജറ്റ് വിഹിതങ്ങളെല്ലാം കൂടി ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാനും നമ്മുടെ ദേശീയ ശേഷികൾ വർദ്ധിപ്പിക്കാനും പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ്. പരമ്പരാഗത മേഖലകൾക്കപ്പുറം 2026 മുതൽ 27 വരെയിലെ കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ ഭാവി വളർച്ചയ്ക്കും ക്ഷേമത്തിനും നിർണായകമായ പുതിയ മേഖലകളെയും നന്നായി പരിഗണിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്കും ഗവേഷണത്തിനും വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ ലഭിച്ചത്. മാനസികാരോഗ്യ സേവനങ്ങൾക്കായി നിംഹാൻസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത് പൊതുജനാരോഗ്യത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുവെന്ന് കാണിക്കുന്നു. നമ്മുടെ ISROയുടെ ഇസ്രോ ബജറ്റ് വിഹിതവും ഈ വർഷം കൂടിയിട്ടുണ്ട്. ഇത് ബഹിരാകാശ പഠനം, സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ, ശാസ്ത്രീയ ഗവേഷണം എന്നിവയിൽ സർക്കാർ ഇപ്പോഴും നിക്ഷേപം തുടരുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതൊക്കെ രാജ്യത്തിന്റെ വികസനത്തിനും ആഗോള മത്സരശേഷിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. മെഡിക്കൽ ടൂറിസം പോലുള്ള പുതിയ മേഖലകൾക്കും ബജറ്റിൽ നല്ല പ്രാധാന്യം നൽകി. പ്രത്യേക ചികിത്സകൾക്കും ആരോഗ്യ പരിപാലനത്തിനും ഇന്ത്യയെ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ മികച്ച കഴിവുകൾ ഉപയോഗപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രോഗികളെ ഇങ്ങോട്ട് ആകർഷിക്കാനാണ് ഈ നിക്ഷേപങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും രാജ്യത്തിന്റെ സോഫ്റ്റ് പവറിനും വലിയ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബജറ്റിലെ ഒരു പ്രധാന സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനം പുതിയ ആദായനികുതി നിയമം 2025 ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 കൊണ്ടുവന്നു എന്നതാണ്. ഇതൊരു വലിയ നികുതി പരിഷ്കരണമാണ്. 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പുതിയ നികുതി ചട്ടക്കൂട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മാസങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതൊരു തടസ്സവുമില്ലാത്ത മാറ്റത്തിന് സഹായിക്കും. ബജറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി 9ാം തവണ ബജറ്റ് അവതരിപ്പിച്ചു എന്നതും ഒരു റെക്കോർഡാണ്. ഇത് സർക്കാരിന്റെ നയപരമായ മുൻഗണനകൾ മാത്രമല്ല, സാമ്പത്തിക നേതൃത്വത്തിലെ സ്ഥിരതയും തുടർച്ചയും കൂടിയാണ് കാണിക്കുന്നത്. ഈ തുടർച്ച വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് സ്ഥിരതയും വ്യക്തമായ ദിശാബോധവും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുള്ള F&O സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സുമായി STT ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ബജറ്റിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ നിരക്ക് 0.02% നിന്ന് 0.05% ഉയർത്താനാണ് നിർദ്ദേശം. ഇത് ബജറ്റ് ദിവസം ഓഹരി വിപണിയിൽ വലിയ ചലനങ്ങളുണ്ടാക്കിയിരുന്നു. ഈ പരിഷ്കാരങ്ങളെല്ലാം ചേർന്ന് രാജ്യത്ത് ഒരു ശക്തമായ സാമ്പത്തിക അന്തരീക്ഷം ഉണ്ടാക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വളർച്ച കൈവരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര ബജറ്റ് അവതരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന സാമ്പത്തിക സംഭവങ്ങളിൽ ഒന്നാണ്. സാധാരണക്കാർ, ബിസിനസ് സ്ഥാപനങ്ങൾ, നിക്ഷേപകർ, സാമ്പത്തിക വിപണികൾ എന്നിവരുടെയെല്ലാം ശ്രദ്ധ ഇത് ആകർഷിക്കാറുണ്ട്. വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ ചിലവ് ചെയ്യാനുള്ള പ്ലാനുകൾ, നികുതി നിർദ്ദേശങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവയെല്ലാം ഈ ബജറ്റിൽ വിശദീകരിക്കും. അതുവഴി എല്ലാ മേഖലകളിലെയും നിക്ഷേപ തീരുമാനങ്ങളെയും സാമ്പത്തിക ആസൂത്രണത്തെയും ഇത് നേരിട്ട് സ്വാധീനിക്കുന്നു. ബജറ്റ് നടപടികൾക്കായുള്ള പാർലമെന്റിന്റെ സമയക്രമം വളരെ നിർണായകമാണ്. ജനുവരി 28 തുടങ്ങിയ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 2026 ഏപ്രിൽ 2 അവസാനിക്കും. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 9 വരെ ഒരു ഇടവേളയും ഇതിൽ ഉൾപ്പെടും. ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുൻപ് എല്ലാ ബജറ്റ് നിർദ്ദേശങ്ങളെക്കുറിച്ചും പാർലമെന്റിന് വിശദമായി ചർച്ച ചെയ്യാനും അംഗീകരിക്കാനും നടപ്പിലാക്കാനും ആവശ്യത്തിന് സമയം ലഭിക്കാൻ വേണ്ടിയാണ് ഈ സമയക്രമം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. 2017 ബജറ്റ് അവതരണം ഫെബ്രുവരി 1 മാറ്റിയപ്പോൾ തുടങ്ങിയ ഈ മുന്നൊരുക്കത്തിലൂടെ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ ഫണ്ടുകളും പദ്ധതികളും കാലതാമസമില്ലാതെ തുടങ്ങാൻ സാധിക്കും. സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളിലെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ഒരു പ്രധാനപ്പെട്ട പുതിയ കീഴ്വഴക്കമുണ്ടാക്കി. പ്രധാനപ്പെട്ട സാമ്പത്തിക നടപടികൾ സമയബന്ധിതമായി തുടങ്ങാൻ വാരാന്ത്യങ്ങളിലും പാർലമെന്റ് ചേരാനുള്ള സർക്കാരിന്റെ കഴിവും താൽപര്യവും ഇതെടുത്തു കാണിക്കുന്നു. ഇനി ഫെബ്രുവരി 1 ബജറ്റ് അവതരണം ഒരു വാരാന്ത്യത്തിൽ വരികയാണെങ്കിൽ കാര്യക്ഷമതയ്ക്കും സാമ്പത്തികപരമായ സജ്ജീകരണങ്ങൾക്കും മുൻഗണന നൽകി പരമ്പരാഗത ഷെഡ്യൂളിംഗ് രീതികളെക്കാൾ വേഗത്തിൽ ഇത് അവതരിപ്പിക്കാൻ ഈ നീക്കം ഭാവിയിൽ ഒരു വഴികാട്ടിയായേക്കാം. ധനപരമായ അച്ചടക്കം, സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ബജറ്റിന്റെ ഈ സമഗ്രമായ സമീപനം ഇന്ത്യയുടെ ദീർഘകാല വികസനത്തിനായുള്ള സർക്കാരിന്റെ തുടർച്ചയായ പ്രതിബദ്ധതയെയാണ് കാണിക്കുന്നത്.